ചോദ്യം നമ്പർ 12. കാര്യം. രാമചരിതത്തിലോ രാമായണം കിളിപ്പാട്ടിലോ സ്ഥലം ഒരു സാംസ്കാരിക നിർമ്മിതി ആകുന്നില്ല. കാരണം 1. സ്ഥലത്തെ പവിത്രീകരിക്കുകയല്ല, മനസ്സിനെ പവിത്രീകരിക്കുകയാണ് കൃതികളുടെ ലക്ഷ്യം. 2. ഇതിഹാസങ്ങളുടെ പുനരാഖ്യാനമായതുകൊണ്ട്. ശരിയായ ഉത്തരം കാര്യവും കാരണം 1 ശരി. കാര്യം. രാമചരിതത്തിലോ രാമായണം കിളിപ്പാട്ടിലോ സ്ഥലം ഒരു സാംസ്കാരിക നിർമ്മിതി ആകുന്നില്ല. കാരണം സ്ഥലത്തെ പവിത്രീകരിക്കുകയല്ല, മനസ്സിനെ പവിത്രീകരിക്കുകയാണ് കൃതികളുടെ ലക്ഷ്യം. ചോദ്യം നമ്പർ 13. എഴുത്തച്ഛനെ കുറിച്ച് പഠനങ്ങൾ രചിച്ചവർ. 1. സാഹിത്യ പഞ്ചാനനൻ. 2. പി.കെ. ബാലകൃഷ്ണൻ. 3. ചേലനാട്ട് അച്യുതമേനോൻ. 4. കെ.എൻ. എഴുത്തച്ഛൻ. എല്ലാം ശരി. എഴുത്തച്ഛനെ കുറിച്ച് പഠനങ്ങൾ രചിച്ചവരാണ് സാഹിത്യ പഞ്ചാനനൻ, പി.കെ. ബാലകൃഷ്ണൻ, ചേലനാട്ട് അച്യുതമേനോൻ, കെ.എൻ. എഴുത്തച്ഛൻ. ചോദ്യം നമ്പർ 14. ചേരുംപടി ചേർക്കുക. പട്ടിക 1. പച്ച, കത്തി, ചുവന്ന താടി, കരി. പട്ടിക 2. സിംഹിക, കീചകൻ, നളൻ, ദമയന്തി, ബാലി. ശരിയായ ഉത്തരം A3, B2, C5, D1. പച്ച നളൻ, കത്തി കീചകൻ, ചുവന്ന താടി ബാലി, കരി സിംഹിക. പച്ച നളൻ, കത്തി കീചകൻ, ചുവന്ന താടി ബാലി, കരി സിംഹിക. ചോദ്യം നമ്പർ 15. കാര്യം. ആട്ടക്കഥാ സാഹിത്യത്തിൽ നളചരിതം അനന്യമാണ്. കാരണം 1. പ്രണയഭാവത്തിന്റെ വിസ്തരണം. 2. ഉദാത്തമായ നാടകീയത. 3. അപ്രധാന കഥാപാത്രങ്ങൾക്ക് പോലുമുള്ള മിഴിവ്. 4. പുരാണ കഥാഖ്യാനത്തിലൂടെയുള്ള ധർമ്മോദ്ബോധനം. ശരിയായ ഉത്തരം കാര്യവും കാരണം 1, 2, 3 ശരി. കാര്യം. ആട്ടക്കഥാ സാഹിത്യത്തിൽ നളചരിതം അനന്യമാണ്. കാരണം 1. പ്രണയഭാവത്തിന്റെ വിസ്തരണം, ഉദാത്തമായ നാടകീയത, അപ്രധാന കഥാപാത്രങ്ങൾക്ക് പോലുമുള്ള മിഴിവ്. ചോദ്യം നമ്പർ 16. ആദ്യത്തെ മലയാള പഴഞ്ചൊൽ സമാഹാരം. ആദ്യത്തെ മലയാള പഴഞ്ചൊൽ സമാഹാരമാണ് സെന്റം അഗഡിയ മലബാറിക്ക. സെന്റം അഗഡിയ മലബാറിക്ക. ചോദ്യം നമ്പർ 17. ശരിയായ ഗണമേത്? പട്ടിക 1. ലോകമാന്യൻ, വിദ്യാസംഗ്രഹം, മിതവാദി, കവന കൗമുദി. പട്ടിക 2. കവിതയ്ക്ക് മാത്രമായിട്ടുള്ളത്, ആദ്യത്തെ സ്ത്രീമാസിക, കൊച്ചിയിൽ നിരോധിക്കപ്പെട്ട പത്രം, ഒന്നാമത്തെ കോളേജ് മാസിക, സമൂഹോത്കർഷം. ശരിയായ ഉത്തരം A3, B4, C5, D1. ലോകമാന്യൻ, കൊച്ചിയിൽ നിരോധിക്കപ്പെട്ട പത്രം, വിദ്യാസംഗ്രഹം, ഒന്നാമത്തെ കോളേജ് മാസിക, മിതവാദി, സമൂഹോത്കർഷം, കവന കൗമുദി, കവിതയ്ക്ക് മാത്രമായിട്ടുള്ളത്. ലോകമാന്യൻ, കൊച്ചിയിൽ നിരോധിക്കപ്പെട്ട പത്രം, വിദ്യാസംഗ്രഹം, ഒന്നാമത്തെ കോളേജ് മാസിക, മിതവാദി, സമൂഹോത്കർഷം, കവന കൗമുദി, കവിതയ്ക്ക് മാത്രമായിട്ടുള്ളത്. ചോദ്യം നമ്പർ 18. ചേരുംപടി ചേർക്കുക. പട്ടിക 1. നല്ല ഭാഷ, ഒരു നേർച്ച, മദിരാശി കടൽക്കര, പാക്കനാർ. പട്ടിക 2. പന്തളം കേരളവർമ്മ, ഉള്ളൂർ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, കുണ്ടൂർ. ശരിയായ ഉത്തരം A3, B2, C4, D5. നല്ല ഭാഷ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഒരു നേർച്ച ഉള്ളൂർ, മദിരാശി കടൽക്കര, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, പാക്കനാർ, കുണ്ടൂർ. നല്ല ഭാഷ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഒരു നേർച്ച ഉള്ളൂർ, മദിരാശി കടൽക്കര, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, പാക്കനാർ, കുണ്ടൂർ. ചോദ്യം നമ്പർ 19. വെൺമണിക്കവികൾ വിരളമായി മാത്രം ഉപയോഗിച്ച വൃത്തം. വെൺമണിക്കവികൾ വിരളമായി ഉപയോഗിച്ച വൃത്തമാണ് മന്ദാക്രാന്ത. വെൺമണിക്കവികൾ വിരളമായി ഉപയോഗിച്ച വൃത്തം മന്ദാക്രാന്ത. ചോദ്യം നമ്പർ 20. കേരളോദയത്തിന്റെ പ്രത്യേകത. 1. സംസ്കൃത മഹാകാവ്യം. 2. കേരള ചരിത്ര പ്രമേയം. 3. കേരള ചരിത്രം പ്രമേയമായുള്ള മലയാള കാവ്യം. ശരിയായ ഉത്തരം 1, 2 ശരി. കേരളോദയത്തിന്റെ പ്രത്യേകതകളാണ് സംസ്കൃത മഹാകാവ്യം,
കേരള ചരിത്ര പ്രമേയം. കേരളോദയത്തിൻ്റെ പ്രത്യേകത സംസ്കൃത മഹാകാവ്യം കേരള ചരിത്ര പ്രമേയം. ചോദ്യം നമ്പർ 21 കാര്യം. ആശാന്റെ ദുരവസ്ഥയെ സദവസ്ഥയെന്ന് വായിക്കാം എന്ന് അയ്യപ്പ പണിക്കർ. കാരണം 1. സബലപ്രണയത്തിന്റെ കഥയാണ് ദുരവസ്ഥ. 2. നായികാനായകന്മാരുടെ ഗാഢാനുരാഗം വർണ്ണിക്കുന്നു. കാര്യം ശരി, കാരണം ഒന്ന് മാത്രം ശരി. കാര്യം ശരി, കാരണം ഒന്ന് മാത്രം ശരി. കാര്യം ആശാന്റെ ദുരവസ്ഥയെ സദവസ്ഥയെന്ന് വായിക്കാം എന്ന് അയ്യപ്പ പണിക്കർ. കാരണം 1. സബലപ്രണയത്തിന്റെ കഥയാണ് ദുരവസ്ഥ. ചോദ്യം നമ്പർ 22 NV കൃഷ്ണവാര്യരുടേതല്ലാത്ത രചന. NV കൃഷ്ണവാര്യരുടേതല്ലാത്ത രചനയിൽ പെടുന്നതാണ് വീഡിയോ മരണം. വീഡിയോ മരണം അയ്യപ്പ പണിക്കരുടേതാണ്. ഇനി NV കൃഷ്ണവാര്യരുടേതായ രചനകളാണ് എലികൾ, ആഫ്രിക്ക, മുറിവൈദ്യൻ. വീഡിയോ മരണം അയ്യപ്പ പണിക്കരുടെ കൃതിയാണ്. NV കൃഷ്ണവാര്യരുടേതാണ് എലികൾ, ആഫ്രിക്ക, മുറിവൈദ്യൻ. ചോദ്യം നമ്പർ 23 വട്ടെഴുത്ത് ലിപിയുടെ പരിമിതി. ഒരേ ലിപി കൊണ്ട് പല വർണ്ണങ്ങളെ കുറിക്കേണ്ടി വരുന്നു. 2. സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി ഉപയോഗിക്കാൻ വട്ടെഴുത്തു ലിപികൾ പര്യാപ്തമല്ല. 1ഉം 2ഉം ശരി. വട്ടെഴുത്ത് ലിപിയുടെ പരിമിതികളാണ്: 1. ഒരേ ലിപി കൊണ്ട് പല വർണ്ണങ്ങളെ കുറിക്കേണ്ടി വരുന്നു. 2. സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി ഉപയോഗിക്കാൻ വട്ടെഴുത്തു ലിപികൾ പര്യാപ്തമല്ല. ചോദ്യം നമ്പർ 24 ജോർജ് തോമസിൻ്റേതല്ലാത്ത കാവ്യസമാഹാരം. ഉത്തരം തോരാമഴ. തോരാമഴ റഫീഖ് അഹമ്മദിൻ്റേതാണ്. ജോർജ് തോമസിൻ്റെ കൃതികളാണ് ബാക്കിയുള്ളതെല്ലാം. അലിയുന്ന തുരുത്തിൽ, അമർഷഗാഥ, ലാവയും തീയും. ജോർജ് തോമസിൻ്റെ കൃതികളാണ് അലിയുന്ന തുരുത്തിൽ, അമർഷഗാഥ, ലാവയും തീയും.